ഇവിടെ കാണുന്നത് അഹുജയുടെ ABW400UL എന്ന് പറയുന്ന UHF മൈക്രോഫോണാണ്. ഇത് വയർലെസ് മൈക്രോഫോണാണ്. നല്ല ക്ലാരിറ്റിയുള്ള ഒരു ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏകദേശം 3000-നും 3500-നും ഇടയിൽ കിട്ടുന്ന നല്ലൊരു മൈക്രോഫോണാണിത്. ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്നത് AA സൈസ് ബാറ്ററിയാണ്. ഇതുപോലെയുള്ള 1.5 വോൾട്ടിൻ്റെ AA സൈസ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് ബ്രാൻഡാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇല്ല, ഒരേപോലത്തെ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാണിത്. ഇത്തരത്തിലുള്ള രണ്ട് ബാറ്ററികളാണ് ഇത് രണ്ടിലും ഉപയോഗിക്കേണ്ടത്. ഇത് ഇതിൻ്റെ ട്രാൻസ്മിറ്ററും ഇത് ഇതിൻ്റെ റിസീവറുമാണ്. ഇതിൽ രണ്ടിലും രണ്ട് വീതം ബാറ്ററി വേണം. ഇപ്പം നമുക്ക് ഈ ബാറ്ററി കേസ് അയച്ചാൽ കാണാം. ഇതിലിപ്പോൾ നമുക്ക് ബാറ്ററി ഇടണം. ഈ ബാറ്ററി നമ്മൾ 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓണായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ ഈ റിസീവറും, ട്രാൻസ്മിറ്ററും റിസീവറിൻ്റെ അകത്തും ബാറ്ററിയാണ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ വേറെ കൺവേർട്ട് ചെയ്തിരിക്കുന്നു, അതാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് IC ഒക്കെ കാണുന്നത്. പക്ഷേ പറയാൻ പോകുന്നത്, നമ്മൾ ഈ രണ്ട് ട്രാൻസ്മിറ്ററിലും റിസീവറിലും രണ്ട് വീതം AA സൈസ് ബാറ്ററി ഉപയോഗിക്കണം. ഈ ബാറ്ററി ഉപയോഗിച്ചാൽ അത്യാവശ്യം 150 മില്ലിയോളം കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റാണിത്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി പെട്ടെന്ന് തന്നെ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഡ്രെയിനായി പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ, ഇപ്പം ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടും 4 ബാറ്ററി ഉച്ചവരെയും, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു 4 ബാറ്ററി ആകുമ്പോൾ ഒരു ദിവസം 8 ബാറ്ററിയൊക്കെ ചിലവാകും. അത് റെഗുലറായിട്ട് എടുക്കുമ്പോൾ, ഡെയിലി എടുക്കുമ്പോൾ വലിയൊരു ചിലവാണ്. അപ്പോൾ അത് മാറ്റി റീചാർജബിൾ ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണിത്. ഇത് രണ്ടിനെയും റീചാർജബിൾ ആക്കി മാറ്റിയാൽ നമുക്ക് സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് മാറ്റുന്നത്. ഇതിൽ ഈ ഒരു ഈ ട്രാൻസ്മിറ്ററാണ് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ളത്. മറ്റേ റിസീവർ നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ട് ആംപ്ലിഫയർ ആയിട്ടോ മിക്സറായിട്ടോ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ചാർജബിൾ ബാറ്ററി വേണ്ട. ഞാനത് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് ഇതിൻ്റെ ബാറ്ററി പോർട്ടിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു C ടൈപ്പ് സോക്കറ്റ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്യുന്ന പിൻ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു C ടൈപ്പ് ഒരു സോക്കറ്റ് ഫിറ്റ് ചെയ്തു. അതിൽ നിന്നും നേരെ വരുന്നത് 5 വോൾട്ട് ആയിരിക്കും. ഈ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നത് 3 വോൾട്ടിലാണ്. 3 വോൾട്ടിലായതുകൊണ്ട് ഇങ്ങനെ വരുന്ന മൊബൈൽ ചാർജറിൽ നിന്ന് വരുന്ന 5 വോൾട്ടിനെ 3 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IC 1117 എന്ന് പറയുന്ന IC, ഇപ്പോൾ പരിചയം ഉണ്ടാകും ചിലവർക്ക്, 1117 എന്ന് പറയുന്ന ഒരു IC ആണ് ഉപയോഗിച്ചത്. ഈ 1117 IC 3.3 വോൾട്ടാണ് ആക്കുക. കുഴപ്പമില്ല, 3 വോൾട്ടിൻ്റെ ബോർഡാണെങ്കിൽ കൂടി 3.3 വോൾട്ട് വരെ കൊടുത്താൽ ഒരു കംപ്ലൈൻറ്റും കാണുന്നില്ല, സുഖമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 3 ഓംസിൻ്റെ ക്വാർട്ടർ വാട്ട്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ആയാൽ അത് 2.5 വോൾട്ടായിട്ട് കുറയും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. പരീക്ഷണം ചെയ്ത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തെ ബോർഡിൽ നിന്നും ഇവിടെ വരുന്ന ബാറ്ററി ടെർമിനൽസിലേക്ക് വരുന്ന അതൊക്കെ ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു, ഒഴിവാക്കി. പകരം ഈ ഒരു ബാറ്ററി ടെർമിനൽസ് വെച്ചിരിക്കുന്നത് ഈ ICയുടെ ഒരു ഹീറ്റ് സിങ്ക് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. IC ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഈ ഒരു ടെർമിനൽസ്, ഈ മെറ്റൽ ഭാഗം അതിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തോളൂ. അപ്പോൾ ആ ഹീറ്റ് ഡിസിപ്പേഷന് അത് അബ്സോർബ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാറ്ററീൻ്റെ ചാർജറിൽ നിന്ന് വരുന്ന 5 വോൾട്ട് ഈ 1117 IC 3.3 വോൾട്ട് ആക്കുകയും അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരെ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്താൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ ലെങ്തിയാവും. അടുത്തത് വന്നിട്ട് ട്രാൻസ്മിറ്ററിന് ഇങ്ങനെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പോർട്ടബിൾ ആയിരിക്കണം. ക്ലാസ്സിൽ നിന്നോ മറ്റോ നമുക്ക് എടുത്തിട്ട് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റീചാർജബിൾ ബാറ്ററി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ ഒരു ബാറ്ററി ആൽക്കലൈൻ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് പകരം റീചാർജബിൾ ബാറ്ററിയും അത് ചാർജ് ചെയ്യാനുള്ള ഒരു BMSഉം. ഇപ്പോൾ റീചാർജബിൾ ബാറ്ററി ആയിട്ട് ഇവിടെ ഈ ടൈപ്പ്, അതായത് 14500 14500 എന്ന് പറയുന്ന ഈ റീചാർജബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 600 mAh ആണ് ഇതിൻ്റെ പവർ. അത് 2 വെച്ച് കഴിഞ്ഞാൽ 1200 mAh കിട്ടുന്നതുകൊണ്ട് 2 വെക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഈ 2 വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി കേസ് അല്ലെങ്കിൽ ഈ ബാറ്ററി സോക്കറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്തേക്ക് ഈ ബാറ്ററി തനിയെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ ബാറ്ററീനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, ചാർജിങ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു BMS ഉപയോഗിക്കും. ഇതൊന്നും ഒരു C പോർട്ടാണ്, C സോക്കറ്റ് ഉള്ളിയാണ്. അതിവിടെ ആപ്റ്റ് ആവുന്ന രീതിയിൽ കണക്ട് ചെയ്യും. ഈ ബാറ്ററി കേസ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇവിടെ
BMS ഫിറ്റ് ചെയ്യും. BMSൻ്റെ മുകളിലായിട്ട് ഈ 2 റീചാർജബിൾ ബാറ്ററി കണക്ട് ചെയ്യും. അതിനുശേഷം ഈ റീചാർജബിൾ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന 4 വോൾട്ടിനെ ചിലപ്പോൾ 4.2 വോൾട്ട് വരെ ഉണ്ടാവും. അതിനെ 3.3 വോൾട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിലും ഒരു IC ഉപയോഗിക്കുകയാണ്. 1117 ടൈപ്പ് IC ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ചെയ്തിട്ട് കാണിക്കാം. ഇതിലേക്ക് റീചാർജബിൾ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ കണക്ഷനും പൂർത്തിയായി. ഇനി ഇത് കേസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 ബാറ്ററി, റീചാർജബിൾ ബാറ്ററി. നേരത്തെ പറഞ്ഞു 14500 14500 എന്ന് പറഞ്ഞാൽ 2 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഒരു ബാറ്ററി 600 mAh ആയതുകൊണ്ട് രണ്ടും കൂടി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 4 വോൾട്ടും ഇത് വന്നിട്ട് 2 ബാറ്ററിയും കൂടിയിട്ട് 1200 mAh കിട്ടും. അത്രയും 1200 mAh കറണ്ട് കിട്ടും. BMS ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസിൻ്റെ സൈഡ് ഭാഗം ഹോൾ ചെയ്തു. അത് ചെറിയൊരു ഡ്രില്ലിൻ്റെ ചെറിയ ബിറ്റ് ഇട്ടിട്ട് ഹോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് അത് ഹോൾ ഇട്ടു. അപ്പോൾ ഇവിടെ C പോർട്ട് കറക്റ്റായിട്ട് ഇവിടെ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജിങ് പോർട്ടാക്കി ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ BMSൻ്റെ അകത്ത് നിന്ന് കണക്ഷൻ എടുത്ത് പുറത്തേക്ക് പോകും. BMS നിന്ന് 2 കണക്ഷൻ എടുത്ത് നെഗറ്റീവും പോസിറ്റീവും എടുത്തു. ചാർജിങ് ചെയ്യുന്നതിനായിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇനി BMSൻ്റെ ഔട്ട്പുട്ട് 4 വോൾട്ട് ആയിരിക്കും. ആ ബാറ്ററിനകത്ത് എത്രയുള്ളത് അത്ര ആയിരിക്കും BMSൻ്റെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിനെ നേരെ ICയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ IC കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BMSൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിന് കണക്കായിട്ട് 1117 IC, ചെറിയ IC ആണ്, കാണാൻ പ്രയാസമായിരിക്കും. ഇവിടെ കാണാം AMS 1117 IC. ആ ICൻ്റെ ഇൻപുട്ട്, പോസിറ്റീവ് ഇൻപുട്ട് നേരെ BMSൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിന് സോൾഡർ ചെയ്തു. ഇനി ICയുടെ ഗ്രൗണ്ട് അഥവാ നെഗറ്റീവിന് BMSൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വയർ എടുത്ത്, ബ്ലാക്ക് വയർ കാണാം, ബ്ലാക്ക് വയർ എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്തു. ഇനി ഈ ICയുടെ ഔട്ട്പുട്ട് 3.3 വോൾട്ടാണ്. അത് ഇതിൻ്റെ സെൻറ്റർ പിന്നായിരിക്കും. അത് ഇപ്പുറം പുറത്ത് ഉണ്ടാവും, ഇതിൻ്റെ സെൻറ്ററിലുള്ള പിന്നായിരിക്കും. ഇത് രണ്ടും ഒറ്റ പിന്നാണ്. ഈ പിന്നിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും 3.3 വോൾട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ബോർഡ് വർക്ക് ചെയ്യാൻ 3 വോൾട്ടേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ 3.3നെ 3 വോൾട്ട് ആക്കിയിട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരു 3.3 ഓമിൻ്റെ ഹാഫ് വാട്ട്, 3.3 ഓംസിൻ്റെ ഹാഫ് വാട്ട് റെസിസ്റ്റൻസ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നുള്ള 3.3 വോൾട്ട് ഇവിടെ വെച്ചിട്ട് ഡ്രോപ്പായിട്ട് 3 വോൾട്ടായിട്ട് ഇവിടെ ബോർഡിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ കണക്ഷനും ഓക്കെ ആയി. ഇനി സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് റീചാർജബിൾ ബാറ്ററി എന്നുള്ള പവറിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കറിയാം ഇതിപ്പോൾ ഓണിലാണ് ഉള്ളത്. ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇനി ചാർജ് ചെയ്യുന്നത്, ബാറ്ററി ചാർജിങ് ആവുന്നത് കാണിക്കാം. ഓഫ് ചെയ്തു. ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ചാർജർ നോക്കാം. ചാർജറിൻ്റെ പിന്ന് ഇവിടെ ഈ പോർട്ടിൽ കണക്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ സ്വിച്ച് ഓൺ ചെയ്യണം. യെസ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന കാണാം. ഇനി ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ ഇപ്പുറത്തെ നീല ലൈറ്റ് കത്തും, റെഡ് ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഇത് ബാറ്ററി ഇനി ഇവിടത്തേക്ക് വെച്ചതിന് ശേഷം ഈ കേസ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ആ ലൈറ്റില്ലേ, ആ റെഡും ബ്ലൂ ലൈറ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് 2 ചെറിയ സൂചി കൊണ്ടോ മറ്റോ ഹീറ്റാക്കിയിട്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ABW 400 UL എന്ന UHF വയർലെസ് മൈക്രോഫോൺ റീചാർജബിൾ ആക്കി മാറ്റി. നേരത്തെ 2 ബാറ്ററി ഇടേണ്ട AA സൈസ് ബാറ്ററി ഇടുന്ന ടൈപ്പ് ഈ ഒരു ട്രാൻസ്മിറ്റർ നമ്മൾ റീചാർജബിൾ ആക്കി മാറ്റി. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യട്ടെ. ഇപ്പോൾ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ചാർജിങ് ടൈം ആയതുകൊണ്ട് റെഡ് കളർ ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം. ഇനി അത് ഫുൾ ചാർജ് ആയാൽ അത് ബ്ലൂ കളർ ഇൻഡിക്കേറ്ററായിട്ട് മാറും. അപ്പോഴേക്കും നമുക്ക് ഫുൾ ചാർജ് ആയെന്ന് മനസ്സിലാവും. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. യെസ്, ഇനിയിപ്പം നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു ട്രാൻസ്മിറ്റർ ഓൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റർ ഇപ്പോൾ ഓണിലാണ്. ഇനി ഇവിടെ മൈക്രോഫോണിൻ്റെ മൈക്കിൻ്റെ ഈ ഒരു ജാക്കിൻ്റെ സോക്കറ്റിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്താൽ നമുക്ക് റിസീവർ സെറ്റ് ചെയ്താൽ
എല്ലാം ഓക്കെ. താങ്ക് യു.